അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീട്ടിൽ നിന്ന് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് സുഗന്ധമെല്ലാം പൂശി വലിയ റാഹത്തോടു കൂടി സന്തോഷത്തോട് മക്കളോടും ഭാര്യയും കുടുംബങ്ങളോടും സന്തോഷം പങ്കിട്ട് റാഹത്തിൽ ഇറങ്ങിപ്പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവ് അല്ലെങ്കിൽ മകൻ, പിന്നെ വീട്ടിലേക്ക് കഫൻ പുടവയിൽ പൊതിഞ്ഞു കൊടുന്നവരുണ്ട്. ആ മയ്യത്ത് വീട്ടിലിങ്ങനെ കിടത്തുന്ന ഒരു രംഗം, ഇത് ഒരു കുടുംബത്തിനും താങ്ങാൻ പറ്റാത്തതാണ്. മെഹബൂബ് ഇമാം സാഹിബ് സബ് ഇൻസ്പെക്ടറിൻ്റെ മരണം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, തൻ്റെ ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. ഈ അപകട മരണം ആ കുടുംബത്തിന് കേട്ട വാർത്ത അത് താങ്ങാൻ പറ്റാത്തതാണ്. നമ്മുടെ ചെറിയ അശ്രദ്ധ കൊണ്ട് ഇല്ലാതെയായി പോകുന്നത് ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ്, ഒരു കുടുംബത്തിൻ്റെ എല്ലാമാണ്. ഒറ്റ സെക്കൻഡിൻ്റെ അശ്രദ്ധയാണ് ആ കുടുംബത്തിനെ മരണം വരെ കണ്ണീരിലാക്കുന്നത്. ഒരപകടം സംഭവിച്ചു, എന്നാൽ അതോടുകൂടി 1, 2, 3 ദിവസമാകുമ്പോൾ നാട്ടുകാരും കുടുംബക്കാരും മറന്നുപോകും. എന്നാൽ ആ പിതാവിന്, ആ പൊന്നു മക്കൾക്ക്, ആ പൊന്നു ഭാര്യക്ക്, ആ പൊന്നു മാതാപിതാക്കൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂലെന്നല്ല, അവർക്ക് മരണം വരെ അത് മതി. പിന്നെ അവരുടെ ജീവിതം എപ്പോഴും ആ ഒരു അസാന്നിധ്യം എന്നും അവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. എപ്പോഴും വേട്ടയാടും, ഓരോ നിമിഷങ്ങൾ അവർ വേട്ടയാടും. അതവർ കടിച്ചറക്കുന്നു മാത്രമാണ്. എത്രയോ കുടുംബങ്ങൾ എനിക്കറിയാം, പാവം, എത്രയോ കുടുംബങ്ങൾ ഇന്നും കണ്ണീരിലാണ്. മരണപ്പെട്ടിട്ടോ 20 വർഷം, 25 വർഷം, 30 വർഷം കഴിഞ്ഞ് ഉമ്മമാർ ഇന്നും ആ ഒരു വേദന മറക്കാതിരിക്കുകയാണ്. ആ പൊന്നു മക്കളുടെ ഓർമ്മകൾ, അവരുടെ കുസൃതികൾ, ആ ഭർത്താവിൻ്റെ ആ സ്നേഹം, ആ പരിഗണന, ആ അനുകമ്പം എല്ലാം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു ദുഃഖമുണ്ട്. നമുക്ക് റോഡിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധ വേണം. നമ്മുടെ കാരണത്തിൽ, നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒരിക്കലും ഒരു അപകടവും ഒരു കുടുംബവും കണ്ണീരിലാകരുത്. നമ്മുടെ അശ്രദ്ധ കൊണ്ടൊരു കുടുംബം കണ്ണീരിലായാൽ അത് നമുക്കൊരു ശാപമാണ്. എത്ര പറഞ്ഞാലും നമ്മുടെ ചെറുപ്പക്കാർ ശ്രദ്ധിക്കാതെ എത്ര അപകടങ്ങളാണ്, എത്ര സംഭവങ്ങളാണ് കൺമുമ്പിൽ കണ്ടിട്ട് പോലും നാം അതൊന്നും പരിഗണിക്കാതെ വീണ്ടും നമ്മുടെ അപകടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവസാനം അള്ളാഹുവിൻ്റെ വിധി എന്ന് പറയും. ഒരിക്കലും നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒരാൾ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ നാളെ പരലോകത്ത് അതിൻ്റെ ഉത്തരവാദികൾ നാം കൂടിയാകും. ബാംഗ്ലൂരിൽ മെഹബൂബ് ഇമാം സാബ് ഗുഡ്ഡഹള്ളി എന്ന് പറയുന്ന ഈ സബ് ഇൻസ്പെക്ടറിൻ്റെ മരണവാർത്ത അദ്ദേഹത്തെ വേദനിപ്പിച്ചത്, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയിൽ തുടർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് ആ അപകടം പെട്ടെന്ന് സംഭവിക്കുന്നത്. ചെറിയ ഒരു ചെറുപ്പക്കാരനാണ്. സാധിക്കുമെങ്കിൽ ഒരു ഫാത്തിഹ ഓതി അദിയ ചെയ്യുക. അള്ളാഹു പൊറുത്തു കൊടുക്കട്ടെ, ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.